നമ്മൾ അദ്കാർ സ്വബാഹും അദ്കാറുൽ മസാവും പഠിച്ചിട്ടുണ്ട്. അദ്കാർ സ്വബാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ ചൊല്ലേണ്ട ദിക്റുകള്, അദ്കാറുൽ മസാഹ് വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകള്. അതിന്റെ സമയം ഏതാണെന്നുള്ളത് നേരത്തെ നമ്മൾ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഫജറിന്റെ മുമ്പാണോ ഫജറിന് ശേഷമാണോ, ഫജറിന്റെ മുമ്പ് ഒരാൾ ചൊല്ലിയാൽ അത് ശരിയാകുമോ, അസറിന് ശേഷമാണോ മഗ്രിബിന് ശേഷമാണോ, ഇനി മഗ്രിബിന് ശേഷം ഒരാൾ അദ്കാറുകൾ ചൊല്ലിയാൽ അത് സ്വഹിയാകുമോ എന്നുള്ളത് മാത്രം നമ്മൾ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അവിടെ പരിശോധിക്കണം, അത് മനസ്സിലാക്കണം. അതിൽപ്പെട്ട ഒരുപാട് ദിക്റുകളുണ്ട്. രാവിലെ ചൊല്ലേണ്ടതുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ടതുണ്ട്. രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ചു ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അതിലൊരു പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്, ഒന്നിലധികം പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്. അതിൽ 3 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്റുകൾ ഒന്നിലധികം വന്നിട്ടുണ്ട്. ആ ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് ഈ ദിക്റ് അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അബാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ്, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, 3ാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നതായിട്ട് ഉദ്ധരിക്കാണ്. അദ്ദേഹം പറയുന്നത് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതാണ് ദിക്ർ. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്റാണ് ഹിഫ്ളാക്കേണ്ടത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സലാസ മറാത്തിൻ, ഇത് 3 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ലം തുസിബുഹു ഫജ്അതു ബലായിൻ ഹത്താ യുസ്ബിഹ, പ്രഭാതമാവുന്നത് വരെ പെട്ടെന്നുള്ള മുസീബത്തുകളൊന്നും അയാൾക്ക് ബാധിക്കുകയില്ല. അപ്പൊ ഒരാൾ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ഹത്താ യുസ്ബിഹ, പ്രഭാതമാകുന്നത് വരെ, രാവിലെ ആകുന്നത് വരെ പെട്ടെന്നുള്ള മുസീബത്തുകളൊന്നും ബലാകളൊന്നും പരീക്ഷണങ്ങളൊന്നും അയാൾക്ക് ബാധിക്കുകയില്ല. രാവിലെ 3 പ്രാവശ്യം ചൊല്ലിയാലും. വമൻ ഖാലഹ ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ ലം തുസിബുഹു ഫജ്അതു ബലായിൻ ഹത്താ യുംശിയ. ഇനി ഒരാൾ രാവിലെയാണത് ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരം വരെ അവനൊരു പെട്ടെന്നുള്ള മുസീബത്തുകളൊന്നും അവന് ബാധിക്കുകയില്ല. അപ്പൊ രാവിലെയും 3 പ്രാവശ്യം ചൊല്ലണം, വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലണം. അപ്പൊ ഈ ഹദീസിന് കിട്ടിയത് അതിന്റെ എണ്ണം കിട്ടി 3 പ്രാവശ്യം. രാവിലെ മാത്രല്ല വൈകുന്നേരം ഉണ്ട്. അപ്പൊ അത് മീൻ അദ്കാരി സ്വബാഹി വൽ മസാഹി. രാവിലെ 3 പ്രാവശ്യമാണ്, വൈകുന്നേരം 3 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതാണ് ചൊല്ലേണ്ടത്. ഇനി ചൊല്ലിയൊരാൾക്ക് കിട്ടുന്നത് എന്താണ്? അയാൾക്ക് കിട്ടുന്ന രക്ഷ പറഞ്ഞത് പെട്ടെന്നുള്ള മുസീബത്തുകൾ ബലാകൾ അയാളെ ബാധിക്കുകയില്ല. ഫജ്അത്ത് ബലാ, അതായത് സബബ് ഇല്ലാതെ ഉണ്ടാകുന്ന, കാരണങ്ങളില്ലാതെ ഉണ്ടാകുന്ന മുസീബത്തുകൾ, അപകടങ്ങൾ, വിപത്തുകൾ, ആപത്തുകൾ, പരീക്ഷണങ്ങൾ ഈ ദിക്റുകൾ ചൊല്ലിയ ഒരാൾക്ക് ബാധിക്കൂല എന്നുള്ളതാണ്. ഇത് വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഹദീസാണ്, ദിക്റാണ്. അപ്പൊ ഇത് രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്നദുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, സുനനുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്നദുകൾ എന്താണ്, സുനനുകൾ എന്താന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത്? പെട്ടെന്നുള്ള മുസീബത്തുകൾ അയാൾക്ക് ബാധിക്കുകയില്ല, ഈ ദിക്ർ ചൊല്ലിയ ഒരാൾക്ക് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ യുദ്ധം നടന്നപ്പോ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുത്തു, അതൊക്കെ നമ്മൾ എടുക്കേണ്ടതാണ്. ഭൗതികമായിട്ട് എടുക്കേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതാണ്. ഗവൺമെന്റ് അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നൽകി. ആ നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിച്ചു. ആ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറെ നിർദ്ദേശങ്ങൾ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ദിക്റിൽ പറഞ്ഞ എന്താ? ഇത്തരത്തിലുള്ള മുസീബത്തുകൾ, ആപത്തുകൾ, അപകടങ്ങൾ ഈ ദിക്ർ ചൊല്ലിയ ഒരാൾക്ക് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മൾക്ക് സംരക്ഷണം നൽകണം. നമ്മൾ വെറും കേവലം ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കരുത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, ജോലിക്ക് പോകാതിരിക്കുക, അവധി കൊടുക്കുക, ലീവ് കൊടുക്കുക, അതൊക്കെ നമ്മൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നിഷേധിക്കുന്നില്ല. പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള സുരക്ഷാ മാർഗങ്ങൾ കൈക്കൊള്ളണം. പക്ഷേ ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തരുന്ന ഇത്തരത്തിലുള്ള അദ്കാറുകൾ എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിൽ
ഒരു ഭടൻ അണിയുന്ന ഒരു പടയാളി അണിയുന്ന അവന്റെ പടയങ്കികൾക്കും അവന്റെ പരിചകൾക്കും സമാനമാണ്. അവൻ നേരിടുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി അവൻ ധരിച്ചിരിക്കുന്ന പടയങ്കികൾ, അവന്റെ പരിചകൾ, അത് ശത്രുക്കളിൽ നിന്ന് അവന് സംരക്ഷണം കൊടുക്കും. അതേപോലെയാണ് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള അദ്കാറുകൾ എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അതാണ്. രണ്ടാമത് ഇതിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് മാമിൻ അബ്ദിൻ യഖൂലു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരടിമയും അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ ഫി സവാഹി കുല്ലി യൗമിൻ വമസായി കുല്ലി ലൈലത്തിൻ ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം സലാസ മറാത്തിൻ 3 പ്രാവശ്യം. എന്നിട്ട് പറഞ്ഞത് ഇല്ലാ ലം യദുറഹു ശൈഉൻ. ഇതവൻ പറഞ്ഞാൽ രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. ഇതവൻ പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ലം യദുറഹു ശൈഉൻ, ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കില്ല. ഒരു മുസീബത്തും ഒരു വിപത്തും ഒരു അപകടവും അവന് ബാധിക്കുകയില്ല. ഈ ദിക്റൻ ചൊല്ലിയാൽ മതി എന്നുള്ളതാണ്. ഒരു മിസൈലിനെയും പേടിക്കണ്ട, ഒരു ശത്രുവിനെയും പേടിക്കണ്ട, ഒരു മുസീബത്തിനെയും പേടിക്കണ്ട. കാരണമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ നിരന്തരമായി നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫജ്അത്ത് ബലാ, പെട്ടെന്നുണ്ടാകുന്ന മുസീബത്തുകൾ, ബലാകൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ആപത്തുകൾ, അതിൽ നിന്ന് അവന് രക്ഷ കൊടുക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ റിപ്പോർട്ടിൽ. ഇതിൽ പറഞ്ഞത് ലം യദുറഹു ശൈഉൻ. ഈ ഹദീസ് ഇതിൽ പറഞ്ഞത് അവനെ ഒന്നും തന്നെ ബാധിക്കുകയില്ല, ഒരപകടവും ഒരു ദുർറും ഈ ദിക്ർ ചൊല്ലി ഒരാൾക്ക് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേക ഒരു കാര്യം ഈ ഹദീസിനെ ശറഹ് ചെയ്തുകൊണ്ട് അഹ്ലുൽ ഇൽമ് പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ ഒരാൾ ചൊല്ലുന്നത് ശരിയായ വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം, അതേപോലെ തന്നെ ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ചില ആൾക്കാർ ദിക്ർ ചെല്ലുമ്പോ ഇത് രണ്ടും ഉണ്ടാവില്ല. ഇത് രണ്ടും, പിന്നെ ദിക്റിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഒന്ന് ഇഅ്തിഖാദുൻ ഹസനുൻ, നല്ല വിശ്വാസം. അതേപോലെ തന്നെ ഖൽബുൻ ഖാലിസുൻ, ഇഖ്ലാസോട് കൂടിയിട്ട്. ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകളുടെ ഒക്കെ വിശദീകരണത്തിൽ നോക്കുള്ളൂ. മാത്രമല്ല അത് ഹദീസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദിക്ർ പറഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേകം അഹ്ലുൽ ഇൽമ് പറഞ്ഞിട്ടുണ്ട്. ശരിയായ വിശ്വാസത്തോട്, നല്ല വിശ്വാസത്തോടു കൂടി, ശരിയായ അഖീദയോടുകൂടി, അതേപോലെ തന്നെ ഇഖ്ലാസോട് കൂടിയിട്ട് ഇതാണ് പറയണം. മനസ്സിലായല്ലോ? ചില ആളുകൾ ചില ഹദീസുകൾ അംഗീകരിക്കുന്നത് എന്താ? ഇന്ന സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സയൻസുകാരൻ അതുകൊണ്ട് അത് ഒന്ന് പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടൊന്ന് ചൊല്ലി വെക്കാം. അത് സയൻസ് കണ്ടുപിടിച്ചതാണ്, സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ടെക്നോളജി അത് കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ചില ദിക്റുകളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചല്ല ഈ ഹദീസ്. അവരെ സംബന്ധിച്ച് ഈ ഹദീസ് സംരക്ഷണം കൊടുക്കുന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 റിപ്പോർട്ടുകൾ പറഞ്ഞു. ആ 2 റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള വ്യത്യാസവും പറഞ്ഞു. അപ്പൊ ആ ഹദീസ് എന്താന്നുള്ളത് പറഞ്ഞു, അതിന്റെ എണ്ണം പറഞ്ഞു, ആ 2 ഹദീസുകളും വന്നിട്ടുള്ള ചെറിയ മാറ്റം പറഞ്ഞു. ഇനി അതിന്റെ ഷറഹ്, ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർത്തുബിന്റെ കാര്യം പറയുന്നതിന്റെ മുമ്പ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൽ തന്നെ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ വിഷയത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു. ആര്? അബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവായ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് ഈ ഹദീസ് പറഞ്ഞെടുത്തു. എന്ത്? ഇതൊരാൾ ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ളത് 3 പ്രാവശ്യം ചൊല്ലിയാൽ അവന് പെട്ടെന്നുള്ള ബലാകൾ ബാധിക്കുകയില്ല എന്നുള്ള ഹദീസ് പറഞ്ഞെടുത്തു. ഈ ഹദീസ് അബാനിൽ നിന്ന് ആളുകൾ പഠിച്ചു. അതിനുശേഷം അബാൻ ബിൻ ഉസ്മാൻ അൽ ഫാലിജ്, അങ്ങനെ അബാൻ ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഫാലിജ് ബാധിച്ചു. ഫാലിജ് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോവുക. ആർക്ക് ബാധിച്ചു? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബാൻ റളിയല്ലാഹു അൻഹുവിന് ഫാലിജ് ബാധിച്ചു, പക്ഷാഘാതം ബാധിച്ചു. അപ്പോ അബാനിൽ നിന്ന് ഹദീസ് കേട്ട ആള് അബാൻ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി. അബാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു നോട്ടം നോക്കി. ഫഖാല ലഹു, അപ്പൊ അതെങ്ങനെ നോക്കുന്നത് കണ്ടപ്പോ അബാൻ ചോദിച്ചു, മാലക തൻദുറു ഇലയ്യ, എന്തിനാണ് എന്നെ അങ്ങനെ നോക്കുന്നത്? അദ്ദേഹം നോക്കാനുള്ള കാരണം എന്താ? കാരണം ഇദ്ദേഹം പഠിപ്പിച്ച ഹദീസിൽ എന്താ? ഒരു ലുറും ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട്.
മറ്റേ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പെട്ടെന്നുള്ള മുസീബത്തുകൾ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ആ ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് ബാധിച്ചിരിക്കുന്നത് എന്താ? അബാർ റളിയല്ലാഹുവിന് എന്താ ബാധിച്ചത്? പക്ഷാഘാതം ബാധിച്ചിരിക്കണം. ഒരു ഭാഗം, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഹദീസ് എങ്ങനെ ശരിയാവും? കാരണം ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അയാൾക്കിത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് ആ ഹദീസിൽ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ ഇദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ചിരിക്കുകയാണ്. അപ്പോ ഇത് അയാളെങ്ങനെ നോക്കി? അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നോക്കുന്നത്? എന്നിട്ട് അബാർ റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുത്തു, ഫവല്ലാഹി, അല്ലാഹ് തന്നെയാണ് സത്യം, മാ കദബ്തു അലാ ഉസ്മാൻ, ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. അതായത് പിതാവായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. കാരണം അബാൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്, അബാൻ അദ്ദേഹത്തിന്റെ മകനാണ്, അദ്ദേഹത്തിന്റെ പിതാവായ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. വലാ കദബ ഉസ്മാനു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലും കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട ഹദീസ് തന്നെയാണിത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കളവ് പറഞ്ഞതല്ല, ഞാൻ എന്റെ പിതാവിന്റെ പേരിലും കളവ് പറഞ്ഞതല്ല. വലാക്കി, എന്നിട്ട് അദ്ദേഹം കാരണം പറഞ്ഞു കൊടുത്തു, വലാക്കിൻ അല്യൗമല്ലദി അസ്വാബനി ഫീഹി മാ അസ്വാബനി, എനിക്ക് ഈ ബാധിച്ചത് നീ കണ്ടല്ലോ. ഇതിങ്ങനെ ബാധിക്കാനുള്ള കാരണം, ഇതെനിക്ക് സംഭവിച്ച അന്ന് ഗളിബ്തു ഫനസീതു അൻ അഖൂലഹ, എനിക്ക് നല്ലോണം ദേഷ്യം വന്നു, ഞാൻ വളരെയധികം കോപിഷ്ഠനായി. അങ്ങനെ ദേഷ്യം വന്നപ്പോ ഈ ദിക്ർ പറയാൻ ഞാൻ മറന്നുപോയി. നമുക്കുണ്ടല്ലോ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ചിലത് നമ്മൾ മറന്നുപോകും. അപ്പോ അബാർ റളിയല്ലാഹു അൻഹു അതിന്റെ കാരണം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അന്ന് അദ്ദേഹം ആ ഹദീസ് പറഞ്ഞില്ല, ആ ദിക്ർ പറഞ്ഞില്ല. ഇത് ഈ അപകടം, ഈ പക്ഷാഘാതം ബാധിച്ച അന്ന് അദ്ദേഹം ആ ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു കാരണം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു, നല്ല ദേഷ്യം പിടിച്ചൊരു കാര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയാൻ മറന്നുപോയി. അത് പറയാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പക്ഷാഘാതം ബാധിച്ചത്. ഇതിന്റെ വേറെ റിപ്പോർട്ടല്ലേ, ഇത് അബൂദാവൂദ് തിർമുദിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട്. ഇതിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, നസായിന്റെ ഒക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, ഇബ്നു മാജന്റെ ഒക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, അദ്ദേഹത്തോട് ഈ കാര്യം ചോദിച്ചു, അദ്ദേഹം അതിന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ആര്? അബാർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാണ്, അമാ ഇന്നൽ ഹദീസ കമാ ഹദ്ദസ്തുക, ഈ ഹദീസ്, ഞാൻ ഈ പറഞ്ഞു തന്ന ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ഏതുപോലെയാണോ അതേപോലെ തന്നെയാണ് ഈ ഹദീസ്. ഒരാളെ ദുർറ് ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ബാധിക്കൂല, അങ്ങനെ തന്നെയാണ് ഹദീസ്. വലാകിന്നി ലം അഖ്ലുഹു യൗമഇദിൻ, പക്ഷെ അന്ന് ഞാനത് പറഞ്ഞില്ല. കാരണം എന്താ? ലിയുംലിയല്ലാഹു അലയ്യ ഖദറ, അള്ളാഹുവിന്റെ വിധി എന്നിൽ നടപ്പിലാകണം, അള്ളാഹുവിന്റെ ഖദർ എന്നിൽ നടപ്പിലാകണം. അപ്പൊ അതിനൊരു കാരണം അള്ളാഹ് ഉണ്ടാക്കി. ചില കാര്യങ്ങൾ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ സബബുകൾ ഉണ്ടാക്കും. അപ്പൊ അള്ളാഹിന്റെ ഖദർ എന്തായിരുന്നു? അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടായപ്പോ അദ്ദേഹം അത് പറഞ്ഞതുമില്ല. കണ്ടോ, ഇത് നസായിന്റെ റിപ്പോർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖദർ എന്നിൽ നടപ്പിലാകണം, അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാകണമല്ലോ, ആ തീരുമാനം നടപ്പിലാകണം. അപ്പൊ എനിക്ക് ദേഷ്യപ്പെട്ടു, അള്ളാഹിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ദേഷ്യപ്പെട്ടപ്പോ ഞാനത് പറയാൻ മറന്നുപോയി, അന്ന് എനിക്ക് പക്ഷാഘാതം ബാധിച്ചു. അപ്പൊ ഞാനത് പറയാത്ത അന്നാണ് എനിക്കത് ബാധിച്ചത് എന്നുള്ളത് ആര് പറയണം? അബാർ റളിയല്ലാഹു അൻഹു. ആ ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച അബാർ റളിയല്ലാഹു, അദ്ദേഹത്തിന്റെ മകൻ അബാർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിരുന്നത്. അപ്പോ ഈ ദിക്ർ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത്, ഒരു മനുഷ്യന് എത്രത്തോളം സംരക്ഷണം കൊടുക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. അത് പറയാത്തന്ന് അദ്ദേഹത്തിന് ഫാലിജ് ബാധിച്ചു. കാരണം അവൾ അള്ളാന്റെ ഖദറാണ്. വേറെ ചില ഹദീസുകളിലൊക്കെ അത് വന്നിട്ടുണ്ടല്ലോ, അത് മറ്റൊരു വിഷയമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ്, ഇതേപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമാത്തി എന്ന് പറയുന്ന ഹദീസ്, ഇതിനൊക്കെ വിശദീകരിച്ചിട്ട് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഖബറുൻ സ്വഹീഹുൻ, ഈ ഹദീസ് സ്വഹീഹാണ്. വഖൗലുൻ സ്വാദിഖുൻ, ഈ പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായ വചനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധമായിട്ടുള്ള വാക്യമാണ്, വചനമാണ്. അലിംനാഹു ദലീലഹു ദലീലൻ വതജ്രിബ, അനുഭവത്തിലൂടെയും നമ്മളത് അറിഞ്ഞിട്ടുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അനുഭവത്തിലൂടെയും അത് മനസ്സിലാക്കിയിട്ടുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിലും അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫൈനി മുൻദു സമീഅതുഹു അമിൽതു ബിഹി ഫലം യദുറനി ശൈഉൻ ഇലാ അൻ തറക്തുഹു, ഞാൻ ഈ ഹദീസ് അറിഞ്ഞ അന്ന് മുതൽ ഞാനത് അമലാക്കിയിട്ടുണ്ട്, അന്ന് മുതൽ ഞാനിത് അമലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചൊല്ലിക്കൊണ്ടിരുന്ന കാലത്തോളം ഫലം യദുറനി ശൈഉൻ ഇലാ അൻ തറക്തുഹു, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ഒരു മുസീബത്തും ഒരു പരീക്ഷണവും എനിക്ക് ബാധിച്ചിട്ടില്ല, ഞാനത് ഒഴിവാക്കുന്നത് വരേക്കും. അങ്ങനെ ഫലദഗ്തനി
ലദഅതനി അഖറബുൻ ബിൽ മദീനത്തി ലൈലൻ. അങ്ങനെ ഒരു ദിവസം മദീനയിൽ വെച്ചുകൊണ്ട് തന്നെ അഖറബ് തേളുകുത്തി. ഇവിടെ നമ്മുടെ സലഫുകളുടെ രീതിയാണിത്. അവർ ഈ ഹദീസുകൾ എത്രത്തോളം തത്വീഖ് ചെയ്തിരുന്നു, അമലാക്കിയിരുന്നു എന്നുള്ളതിന്റെയൊക്കെ ഒരു തെളിവാണിത്. അപ്പൊ തേള് കുത്തിയപ്പോ അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം പറയണ ഫതഫക്കർത്തു, ഞാൻ ചിന്തിച്ചു തേള് കുത്താനുള്ള കാരണം എന്താ? മദീനയിൽ വെച്ചുകൊണ്ട് ഒരു രാത്രി എന്നെ തേള് കുത്തി. ഇത് ഖുർത്തുബി പറയണം, അദ്ദേഹത്തിന്റെ അനുഭവം പറയണം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അനുഭവം പറയണം. ഫതഫക്കർത്തു, അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു. ഫഇദാ അന ഖദ് നസീതു അൻ അതഅവദ ബിതിൽക്കൽ കലിമാത്ത്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്ത്? അന്ന് ആ കലിമാത്തുകൾ പറയാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്, ആ ദിക്ർ ചെല്ലാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഇബ്നു അലാന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ആ തേള് കുത്തി അന്ന് ഈ ദിക്ർ പറയാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അന്ന് തേള് കുത്തി. അബാന ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ പക്ഷാഘാതം ബാധിച്ചത് പറയാത്ത അന്നാണ് പക്ഷാഘാതം ബാധിച്ചത്. കാരണം ഹദീസിൽ അത് പറഞ്ഞ ഒരാൾക്ക് അത് ബാധിക്കൂല എന്നുള്ളതാണ്. പെട്ടെന്നുള്ള മുസീബത്തുകൾ, അതല്ലാത്ത ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് പറയാത്തന്ന് അദ്ദേഹത്തിന് ഫാലിജ് ബാധിച്ചു. ഇനി ഹദീസിന്റെ മറ്റു ചില ഷറഹുകളിൽ ഈ ബിസ്മില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ ഹദീസിന്റെ ഷറഹ് ചെയ്തുകൊണ്ട് മിഷ്കാത്തില് ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ പദങ്ങളെ ചില വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്തഈനു, ഞാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു എന്നുള്ളതാണ്. ഔ അതഹഫ്ഫദു മിൻ കുല്ലി മുഅ്ദിൻ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, മുസീബത്ത് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു, അള്ളാഹുവിനോട് സഹായം തേടുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ബിസ്മില്ല എന്നുള്ളതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ ഇസ്തിയാനത്ത്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ കുല്ലി മുഅ്ദിൻ, ഉപദ്രവം ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അപകടങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാറ്റിൽ നിന്നും. അവിടെ ബിസ്മില്ല എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ അഹ്ലുൽ മദ് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള ഒരു ഇസ്മ കൊണ്ട് എന്നുള്ളത് മാത്രമല്ല അതിന്റെ അർത്ഥം. അവിടെ ഇസ്മി എന്നുള്ളത് പിന്നെ മുഫ്രദാണ്. അതേപോലെ തന്നെ ബിസ്മില്ല അവിടെ പിന്നെ ഇലാഫത്താണ്, അല്ലെ? മുഫ്രദ് മുലാഫാണ്. മുഫ്രദ് മുലാഫാകുമ്പോ ആ അർത്ഥത്തിന് പ്രത്യേകത ഉണ്ട്, തുഫീദുൽ ഉമൂം എന്നുള്ളതാ. അതിന് ആമായിട്ടുള്ള അർത്ഥം കിട്ടും. അപ്പൊ ബിസ്മില്ല എന്ന് പറയുമ്പോ അള്ളാഹ് എന്നുള്ള ഇസ്മു കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന് ഏതെല്ലാം ഇസ്മുകളുണ്ടോ അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകൾ കൊണ്ടും അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കിട്ടുക. കാരണം അവിടെ മുഫ്രദാണ്, മുലാഫാണ്. ബി ഇസ്മില്ല, ഇസ്മ അവിടെ മുഫ്രദാണ്, മുലാഫാണ്. ബിസ്മില്ല അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അപ്പൊ അള്ളാഹു എന്നുള്ള നാമം കൊണ്ട് എന്നല്ല, അള്ളാഹുവിന് ഏതെല്ലാം ഇസ്മുകളുണ്ടോ, നാമങ്ങളുണ്ടോ, പേരുകളുണ്ടോ ആ പേരുകൾ കൊണ്ടെല്ലാം എനിക്ക് മുസീബത്ത് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, അത് മിസൈലാകാം, മറ്റേതാകാം, മറിച്ചതാകാം, അപകടങ്ങളാകാം, അതല്ലാത്തതാകാം, എല്ലാം, പാമ്പാകാം, തേളാകാം. ഇതിന്റെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ വിസമായി വലാവിസമായി ഫില്ലർലി വലാവിസമായി എന്ന് പറഞ്ഞല്ലോ. ആകാശങ്ങളിലുള്ള പിന്നെ ഷെയ്യും ഫില്ലർലി വലാവിസമായി അവിടെ പറഞ്ഞു, ജിന്നയിൽ പെട്ടു. ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? ഒന്ന് ആകാശം, മറ്റൊന്ന് ഭൂമി. 7 ആകാശങ്ങൾ 7 ഭൂമി. ആകാശത്തിന്റെ മേലെ പിന്നെ കുർസിയാണ്, പിന്നെ അർശാണ്. അപ്പോ അതിന്റെ ഇടയിലുള്ളത്, അതിലുള്ളത് ഏതൊക്കെയാണ്? ഇൻസ്, ജിന്ന്, ഷെയ്ത്താൻ, പിന്നെ ഹഷറാത്തുകൾ, പ്രാണികള്, പിന്നെ ഹാമത്ത്, ആഹത്ത്, പിന്നെ ക്ഷുദ്രജീവികള്, വിഷജന്തുക്കള്, പാമ്പ്, തേള്, ഇങ്ങനെയുള്ളത്. ഇങ്ങനെ എന്തെല്ലാം ഷറുകളുണ്ടോ. കാരണം ആകാശഭൂമികളിൽ ഉള്ള ഒന്നും എന്നാ പറഞ്ഞ, ആകാശഭൂമികളിലുള്ള യാതൊന്നും തന്നെ എന്നാ പറഞ്ഞ, ഇതൊക്കെ അതിൽ പെട്ടെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ അദ്ദേഹം അസ്തഈനു ഔ അതഹഫദു. പിന്നെ അല്ലദീലായ ളുറു മഅ ഇസ്മിഹി എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ഇസ്മിനോടൊപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷറ കൊടുത്തുള്ളത് മഅ ദിക്രി ഇസ്മിഹി, അള്ളാഹുവിന്റെ ഇസ്മ ഉച്ചരിക്കുന്നതോടൊപ്പം. ആ ദിക്ർ ഒരാൾ പറഞ്ഞാൽ, ബിസ്മില്ല എന്നുള്ള ഒരാൾ പറഞ്ഞാൽ, എന്നിട്ട് പറഞ്ഞു എങ്ങനെ പറയണം? ബിഇഅ്തിഖാദിൻ ഹസനിൻ വനിയ്യത്തിൻ ഖാലിസ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? നല്ല വിശ്വാസം ഉണ്ടാകണം, നല്ല നിയ്യത്ത് ഉണ്ടാകണം, അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇഖ്ലാസോടുകൂടി. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഇത് പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ്. ഇത് വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഒന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കൂല. ഈ ഒരു ദിക്റാണ് ചെല്ലിയാൽ മതി, ഇത് എനിക്ക് പൂർണ്ണ സംരക്ഷണമാണ്. ആ ഒരു നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി പറയണം എന്നുള്ളതാണ് അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്. ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി ഐ മിനൽ ബലാ നാസിൽ മിൻ, ആകാശത്തു നിന്നുള്ള പിന്നെ മുസീബത്തുകളോ ഭൂമിയിൽ നിന്നുള്ള മുസീബത്തുകളോ ഒന്നും എന്നുള്ളതാണ് അതിന്റെ ഷറഹായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേറെയും ഒരുപാട് ഷറഹുകൾ ഇതിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഓരോന്നും
ഓരോന്നിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ചിലത് എത്രത്തോളം ഇതിന് പ്രാധാന്യം, ഐനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉംദത്തുൽ ഖാരിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം, അദ്ദേഹം പറഞ്ഞ ലം യദുറഹു ഷൈഉൻ എന്നുള്ള വാചകത്തെ അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയണ ലാ യജ്തവി ഖൗലു അബ്ദിൻ ലിഹാദിഹിൽ കലിമാതി ഫി ഹാദിഹിൽ ഔഖാതി വദുറു ഷൈഇൻ യാഹു. ഈ പറയപ്പെട്ട സമയത്ത്, ഈ പഠിപ്പിക്കപ്പെട്ട സമയത്ത് ഈ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതും എന്നിട്ട് അവൻ മുസീബത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് രണ്ടും കൂടി ഉണ്ടാവില്ല. എത്ര സ്ട്രോങ് ആയിട്ടുള്ള വ്യാഖ്യാനാണ്. ഈ പറയപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ആ പഠിപ്പിക്കപ്പെട്ട സമയത്ത് ചെല്ലുക എന്നുള്ളതും ഒരാൾക്ക് മുസീബത്ത് ഉണ്ടാകുക എന്നുള്ളതും രണ്ടും കൂടി ഉണ്ടാവില്ല. അത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദിക്റാണ്. ലാ യജ്തമി, അതിന്റെ പ്രയോഗം ശ്രദ്ധിച്ചോ, ലാ യജ്തമി ഒരുമിച്ച് ചേരുകയില്ല. ഖൗലു അബ്ദിൻ ലിഹാദിഹിൽ കലിമാത്ത് ഉണ്ടോ. ഈ പഠിപ്പിക്കപ്പെട്ടുള്ള ദിക്റുകളും അതൊരാൾ ആ സമയത്ത് ചെല്ലുക എന്നുള്ളതും പിന്നെ അയാൾക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ബാധിക്കുക എന്നുള്ളതും രണ്ടും കൂടി ഉണ്ടാവില്ല. അത്രക്കും പ്രധാനപ്പെട്ടതാണ്. ഇനി മഫാത്തിഹിൽ ഇതിനെ വിശദീകരിച്ചിട്ട് പറയണേ, ഇദാ ദക്കറ റജുലു ഇസ്മഹു അലാ തുആമിൻ അൻ ഇഅ്തിഖാദിൻ ഹസനിൻ വനിയ്യത്തിൻ ഖാലിസ. നേരത്തെ പറഞ്ഞതുപോലെ നല്ല വിശ്വാസത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഇത് പറഞ്ഞാൽ, കാരണം പല സന്ദർഭത്തിലും ബിസ്മില്ലാതെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണമായിട്ട് പറയണം. ഇനി ഭക്ഷിക്കുന്ന സന്ദർഭത്തിലാണ് അവനത് പറയുന്നതെങ്കിൽ ലാ യദുറുഹു ദാലിക ത്വാം, ആ ത്വാം എന്താകട്ടെ അവന് ഒരു ഷർറും ഉണ്ടാക്കൂല. ഈ ബിസ്മില്ല പറഞ്ഞിട്ടാണ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടാണ് അവനത് തിന്നിട്ടുള്ളതെങ്കിൽ. ഇനി വലൗ ദക്കറ ഇസ്മഹു അലാ വജ്ഹി അദുവിൻ ലാ യദ്ഫറു അലൈഹി അദുവുഹു, ഇനി അവൻ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ഒരു ശത്രുവിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവൻ ഈ ദിക്ർ പറഞ്ഞതെങ്കിൽ ആ ശത്രുവിന് ഇവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ ശത്രുവിന് ഇവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല അവൻ ഈ ദിക്ർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വകദാലിക ജമീഉൽ അഷ്യാ, ഇതേപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും. അവന്റെ ജീവിതത്തിൽ എന്തൊരു മുസീബത്തുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ബിസ്മില്ല പറഞ്ഞാൽ മതി. അപ്പൊ അത് നല്ല വിശ്വാസത്തോടു കൂടി ഇഖ്ലാസോടു കൂടി. ഇപ്പോ വാതിലടക്കുമ്പോ ബിസ്മില്ല ചെല്ലണമെന്ന് പറഞ്ഞല്ലേ, എങ്കിൽ പിശാച് ഉള്ളിക്ക് കയറില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതിപ്പോ എങ്ങനെ ശരിയാണ്? എന്നാലും ഇപ്പൊ ഹദീസ് അല്ലേ. വാതിലടക്കുമ്പോ എന്താ വാതിലിന്റെ ഓട്ടയിൽ കൂടെ കയറൂല ചോദിച്ചത്? അങ്ങനെയാണ്, വാതിലിന്റെ ഓട്ടയിൽ കൂടെ. വാതിലിന്റെ ഓട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഞങ്ങള് മലപ്പുറം ജില്ലയിൽ പറയുന്ന ഇതാണ്. അതായത് ബിസ്മി ചൊല്ലിയിട്ട് വാതിലടച്ചാൽ പിന്നെ ശൈത്താൻ ഉള്ളിക്ക് കയറില്ല എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചു, വാതിലിന്റെ ഓട്ടയിൽ കൂടെ അങ്ങനെ വിചാരിച്ചിട്ട് ഒരാളത് ചൊല്ലിയിട്ടൊരു കാര്യമല്ല. എന്നാലും ചൊല്ലി നോക്കാം. വാതിലിന്റെ വടവ് കൂടെയൊക്കെ ചിലപ്പോ വിശാച്ചല്ലേ വന്ന്, രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന വിശാച്ച് ചിലപ്പോ വാതിലിന്റെ വടവ് കൂടി വന്നുകൂടെ. എന്നാലും ഒരു ഹദീസല്ലേ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ ലക്കിക്ക് എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ഈ ഇതിന്റെ ഹദീസ് ഷറഹ് ചെയ്തപ്പോ ഇയാൾ പ്രത്യേകം പറഞ്ഞ എന്താ, ഈ മഫാത്തിഹിൽ പ്രത്യേകം പറഞ്ഞ എന്താ, ഇഅ്തിഖാദിൻ ഹസനിൻ വനിയ്യത്തിൻ ഖാലിസ, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാള് അത് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അതല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും ഇങ്ങനെ ശത്രുവിനെ നേരിടുന്ന സന്ദർഭത്തിലാണെങ്കിലും അള്ളാന്റെ ദിക്റാണ് അവന് പറയുന്നത്. ഇതെല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അബ്ദുൽ മുസ്ലിം അബ്ബാദുൽ ബദർ ഹഫിളഹുല്ലാഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അന്നഹു ലാ യുസീബുഹു ശർറുൻ യുഫാജിഹു വയഹ്ജുമു അലൈഹി, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷർറും അവനെ ബാധിക്കുകയില്ല. ലിഅന്നഹു ഹസല മിൻഹു ഹാദാ ദുആഉ അല്ലദീ തകൂനു ബിഹി അസ്സലാമത്തു വൽ ആഫിയ, കാരണം ഈ ദിക്ർ ചൊല്ലുന്നതോട് കൂടിയിട്ട് ആ ദിക്ർ അവൻ എന്തായി, സലാമത്തും ആഫിയത്തുമായി. അദ്ദേഹത്തിന്റെ ഓഡിയോ കേൾക്കാൻ പറ്റും. ഈ ദിക്ർ ചെല്ലുന്നതോട് കൂട്ടിയത് അവൻ എന്തായി, സലാമത്തായി, അവന് രക്ഷണാണ്, സംരക്ഷണായി ഈ ദിക്ർ ചെല്ലുന്നതോട് കൂടിയിട്ട്. അപ്പൊ പെട്ടെന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു ളുറും അവനെ ബാധിക്കുകയില്ല എന്നുള്ളത് ഷേഖ് വിശദീകരിക്കുകയാണ്. ഷേഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സിഹ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത് ഈ ദിക്റുകൾ ചെല്ലലാണ്. അതേപോലെ തന്നെ പിശാചിന്റെ ഉപദ്രവം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവും. അതിന് അദ്ദേഹം കുറെ ദിക്റുകൾ പറഞ്ഞു. ആ പ്രധാനപ്പെട്ട ദിക്റുകളിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം എന്ന് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ദിക്റാണ്. പിശാചിന്റെ ഷർറ്, അതിന് മെഡിക്കൽ കോളേജിൽ പോയതുകൊണ്ട് ചിലപ്പോൾ ചികിത്സ കിട്ടിക്കൊള്ളണമെന്നില്ല. പിശാചിന്റെ ചില ഷർറുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ടായിരിക്കും അത് മാറുക. പക്ഷെ ആളുകൾ അത് മാത്രം ചെയ്യൂല. പിന്നെ കുടുങ്ങണ ഘട്ടത്തിലാണ് ചില ആൾക്കാർ ദിക്ർക്ക് വരുന്നത്. ഒരു രക്ഷയില്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കുമ്പോൾ ചില ആൾക്കാർ ദിക്റിന്റെ ദിക്ക് വരും. അതല്ല മുസ്ലിമിന്റെ രീതി. ദിക്റുകൾ എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ദിക്റുകൾ എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അത് എക്സ്റേ എടുക്കാൻ പറയുമ്പോഴോ സ്കാനിങ് എടുക്കാൻ പറയുമ്പോഴോ മറ്റേ ഇതെടുക്കാൻ പറയുമ്പോഴോ ഉണ്ടാകേണ്ടതല്ല ദിക്റുകൾ എന്നുള്ളത്. അപ്പൊ അത് വേറൊരു സംഗതിയാണ്. അപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം
പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകൾ അദ്ദേഹം പറയാണ് വമിമ്മ യഹ്സുൽ ബിഹി അൽ അംൻ വൽ ആഫിയ വത്തുമഅനീന വസ്സലാമ മിൻ കുല്ലി ശരി. 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ ഒരാൾക്ക് രക്ഷ കിട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം പഠിക്കണം. ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളാണിത്. എണ്ണി പഠിച്ചോ. 1 അംന്, നിർഭയത്വം, ആഫിയത്ത്, പിന്നെ ആരോഗ്യം, തുമഈനത്ത് സമാധാനം, സലാമത്ത് രക്ഷ, മിൻ കുല്ലി ഷർറ് എല്ലാ ഷർറുകളിൽ നിന്നും ഈ പറയപ്പെട്ട സലാമത്തും തുമഈനത്തും ആഫിയത്തും അംനും ഒരാൾക്ക് വേണോ? ഇതാണല്ലോ ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ കിട്ടേണ്ടത്. ഇതാണല്ലോ നിർഭയത്വം, ആരോഗ്യം, സമാധാനം, രക്ഷ. അപ്പൊ എല്ലാ ഷർറുകളിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? അനസ്തഈദൽ ഇൻസാനു ബി കലിമാത്തില്ലാഹി തഅമ്മ മിൻ ശർരി മാ ഖലഖ്. ആ മനുഷ്യൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം അള്ളാഹുവിന്റെ കലിമാത്തുകൾ കൊണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള അഊദു ബി കലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നുള്ള ദിക്ർ ഉദ്ധരിച്ചു. എന്നിട്ട് രണ്ടാമത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ദിക്ർ ഏതാ? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം സലാസ മറാത്തിൻ സ്വബാഹൻ വമസായൻ എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫഖദ് അഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, അന്ന മൻ ഖാല സലാസ മറാത്തിൻ സ്വബാഹൻ ലാ യദുറഹു ശൈഉൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫഹാദിഹിൽ അദ്കാർ, അതുകൊണ്ട് ഈ ദിക്റുകൾ വത്തഅവ്വുദാത്ത്, ഈ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന ദിക്റുകൾ മിനൽ ഖുർആനി വസുന്ന, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള കുല്ലുഹാ, അതെല്ലാം മിൻ അസ്ബാബിൽ ഹിഫ്ളി വസ്സലാമതി വൽ അംനി മിൻ കുല്ലി സൂഇൻ, എല്ലാവിധ തിന്മകളിൽ നിന്നും ഒരു മനുഷ്യന് അംനും സലാമത്തും ഹിഫ്ളും നൽകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്. ഇതാണ് എല്ലാവർക്കും വേണ്ടത്. ഹിഫ്ള്, സംരക്ഷണം വേണം, രക്ഷ വേണം, നിർഭയത്വം വേണം. അതിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഇത്തരത്തിലുള്ള ദിക്റുകൾ ചെല്ലുക എന്നുള്ളത്. അതിൽ അദ്ദേഹം 2 ദിക്റുകൾ പറഞ്ഞു. ഒന്ന് അഊദു ബി കലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ്, പിന്നെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം. എന്നിട്ട് അദ്ദേഹം നിർത്തുന്നില്ല, അദ്ദേഹം ഒന്നുകൂടി വിശദീകരിക്കണം. അതുകൊണ്ട് ഫയംബഗി ലികുല്ലി മുഅ്മിനിൻ വമുഅ്മിനത്തിൻ, അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും ഓരോ സത്യവിശ്വാസിനിയും അവന് ചെയ്യേണ്ടത് എന്താണ്? അൽ ഈമാൻ ബിഹാഫി അൽ ഇത്തിയാൻ ബിഹാഫി ഔഖാത്തിഹ, അതിന്റേതായ സമയങ്ങളിൽ അത് കൊണ്ടുവരണം, ആ ദിക്റുകൾ ചൊല്ലണം. വൽ മുഹാഫദത്തു അലൈഹ, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മുഹാഫദത്ത് അത് എല്ലാ ദിക്റിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഹാഫദത്ത് പറഞ്ഞാൽ അത് പതിവാക്കുക. മിസൈലി നമ്മളെ തലക്കുമ്പുറത്ത് ഒന്ന് പതിക്കുമ്പോൾ മാത്രമല്ല, അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ, അലാറത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമല്ല, ഇത് ദിക്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ അദ്ദേഹം അത് പറഞ്ഞ എന്താണ്? അതിന്റേതായ സന്ദർഭത്തിൽ അത് ചൊല്ലുക. വൽ മുഹാഫദത്തു അലൈഹ, അത് പതിവാക്കുകയും ചെയ്യണം. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ആര് പറയണം? ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ തവക്കുലാക്കാണ്. അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു മാലിക്കാണ്, അള്ളാഹു മുദബ്ബിറാണ്. മലക്കൂത്തു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ അള്ളാഹ് പഠിപ്പിച്ച ദിക്റാണത്. ഇതൊരാൾ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചാൽ, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അവിടെ ബിസ്മില്ല പറഞ്ഞു, പിന്നെ അള്ളാഹുവിന്റെ 2 പിന്നെ ഇസ്മുകളും പറഞ്ഞു, സമീ പറഞ്ഞു, അലീം പറഞ്ഞു. ഇതൊരാൾ പറഞ്ഞാൽ, ഇഖ്ലാസോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി ഒരാൾ പറഞ്ഞാൽ, പിന്നെ അവന് പെട്ടെന്നുള്ള മുസീബത്തുകൾ ബാധിക്കുകയില്ല. രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ലം യദുറഹു ഷൈഉൻ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒന്നും, ഒരു മുസീബത്തും, ഒരു അപകടവും, ഒരു വിപത്തും, ഒരാപത്തും, അതേപോലെ തന്നെ രോഗം, നേരത്തെ പറഞ്ഞതെല്ലാം ജിന്നുകൾപ്പെട്ട, ഇൻസുകൾപ്പെട്ട, ശൈത്താന്മാരിൽപ്പെട്ട, അതേപോലെ തന്നെ ജീവികള്, വിഷജന്തുക്കൾ, അതെല്ലാം ഒന്നും അവനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. വേറെയും ഷർഹുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുണ്ട്, സ്വഹിയാക്കിയിട്ടുണ്ട്, ഇബ്നു ഹജർ സ്വഹിയാക്കിയിട്ടുണ്ട്, മുൻദിരി സ്വഹിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ, ചില ആൾക്കാർ സ്വഹിയാക്കിയിട്ടുണ്ട്, ചില ആൾക്കാർ ഹസനാക്കിയിട്ടുള്ള ഹദീസാണ്, സ്വഹിയായി വന്നിട്ടുള്ള ഹദീസാണ്. അപ്പൊ അൽബാനിയും അതല്ലാത്ത ആളുകളൊക്കെ ഹസനാക്കിയിട്ടുണ്ട്, സ്വഹിയാക്കിയിട്ടുണ്ട്. പല റിപ്പോർട്ടുകളിലൂടെ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വഹീഹായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ രാവിലെ ചൊല്ലുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ ഇത് നിർബന്ധമായിട്ടും വേണം. നേരത്തെ പറഞ്ഞ പോലെ അലാറം കേൾക്കുമ്പോൾ മാത്രം ചെല്ലാനുള്ളതല്ല. കാരണം ഇതിൽ ഫജ്അത്ത് ബല എന്ന് പറഞ്ഞല്ലേ, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളും മുസീബത്തുകളും. അതല്ലാത്തത് അതിൽ നിന്നൊക്കെ ഒരാൾക്ക് രക്ഷയാണ്. ഇപ്പൊ ഖുർത്തുബിന്റെ ഉദാഹരണം പറഞ്ഞു, അബാർ റളിയല്ലാഹുവിന്റെ ഉദാഹരണം പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ ഹിഫ്ള്, ഇത് ഹദീസ്, ഈ ദിക്ർ നമ്മളെ ഹിഫ്ളാക്കുക എളുപ്പമാണ്. ബിസ്മില്ല സാധാരണ പറയുന്നതാണ്. പിന്നെ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ, പിന്നെ ഫിൽ അർളി വലാ ഫിസ് സമാഇ, പിന്നെ സമീഉൻ അലീം വഹുവസ് സമീഉൽ അലീം. അയാൾക്കത് ഹിഫ്ളാക്കാൻ എളുപ്പമാണ്. ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് ഈമാനോടുകൂടി ചൊല്ലണം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികള്, സലഫുകൾ എങ്ങനെ ഹദീസുകളെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെതാണ്. അവർക്ക് അപകടം പറ്റിയപ്പോ അവര് ഈ ഹദീസ് സഹീഹ് അല്ല എന്നുള്ളത് അവരാരെങ്കിലും വിചാരിച്ചല്ല. അപ്പൊ ഈ ഹദീസ് തെറ്റാണ് എന്നുള്ളത് ആരെങ്കിലും വിചാരിച്ചല്ല.
അത് അവരടുത്ത് വന്ന് സംഭവിച്ച അബദ്ധമായിട്ടാണ് അവർ കണക്കൂട്ടിയത്. അവരന്നത് ചൊല്ലിയിട്ടില്ല, അതുകൊണ്ട് അത് ബാധിച്ചു. അല്ല ഞാൻ ആ ഹദീസിനുള്ള തകരാറല്ല, മനസ്സിലുണ്ട്. അപ്പൊ നമ്മളെ ബുദ്ധിക്കും നമ്മുടെ വ്യക്തിക്കും അനുസരിച്ചിട്ട് ഹദീസുകൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ഒരുപാട് ഈ ഹദീസിന്റെ ഒരുപാട് ഫായിദകൾ അഹ്ലുൽ ഇൽമ് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന് കിട്ടുന്ന ഒരുപാട് ഫായിദകൾ. അപ്പൊ നമ്മുടെ അനുഭവത്തിന് ചിലപ്പോൾ എതിരാവും ചില ഹദീസുകൾ. അപ്പൊ അതിനതിന്റേതായ കാരണങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ വേറെ മനസ്സിലാക്കി പഠിക്കേണ്ട സംഗതികളാണ്. അപ്പൊ ഇത് ഹിഫ്ളാക്കണം. ഹിഫ്ളാക്കാത്ത ആളുകൾ, അതല്ലാത്ത ആളുകൾ ഒന്നുകൂടി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദിക്റുകൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ്